ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് NPV മെത്തേഡിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ അനാലിസിസ് ആണ്. ഈ ഒരു ടോപ്പിക്കിനെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണമെങ്കിൽ, കുറച്ചും കൂടി കൺസെപ്ഷ്യൽ നോളജ് കിട്ടണമെങ്കിൽ നിങ്ങൾ സെക്ഷൻ എയിൽ ഈ NPVൻ്റെ എക്സ്പ്ലെയിനർ വീഡിയോസ് ഉണ്ടാവും, അത് വാച്ച് ചെയ്താൽ മതിയാവും. ഇന്ന് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ അനാലിസിസ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Lunar INC is considering the purchase of a machine for 500,000. അപ്പോൾ ഒരു മെഷീൻ വാങ്ങാനായിട്ട് നമുക്ക് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്, ഇനീഷ്യൽ കോസ്റ്റ് എത്രയാണ്? 500,000 ആണ്. വിച്ച് വിൽ ലാസ്റ്റ് 5 years. ആ മിഷൻ എത്ര വർഷത്തേക്കാണ് ആ മിഷൻ്റെ യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത്? 5 years ആണ്. എ ഫൈനാൻഷ്യൽ അനാലിസിസ് ഇസ് ബീങ് ഡെവലപ്ഡ് യൂസിങ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ. ഇപ്പോൾ താഴെ കുറച്ച് ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്. യൂണിറ്റ് സെയിൽസ് തന്നിട്ടുണ്ട്, സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് തന്നിട്ടുണ്ട്, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് തന്നിട്ടുണ്ട്, ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട്, പ്രീ ടാക്സ് ക്യാഷ് ഫ്ലോ തന്നിട്ടുണ്ട്. അവിടെ പ്രീ ടാക്സ് ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു പ്രോഫിറ്റാണ്. അതായത് നമ്മളുടെ സെയിൽസ് റവന്യൂവിൽ നിന്ന് നമ്മൾക്ക് വന്നിട്ടുള്ള കോസ്റ്റ് ഒക്കെ ഡിഡക്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് വന്നിരിക്കുന്ന ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഓക്കെ, പ്രീ ടാക്സ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, ടാക്സ് അടയ്ക്കുന്നതിന് മുന്നേ ഉള്ള ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, അതാണ് തന്നിരിക്കുന്നത്. 50,000, 50,000, 4 lakh, 400,000, 400,000. സംശയമുണ്ടോ? നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മളുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 100 ആണ്. അതിൽ നിന്നും വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എത്ര കിട്ടും? 100 മൈനസ് 65 ഇസ് ഈക്വൽ ടു എത്രയാണ്? 35 എന്ന് കിട്ടും. എത്ര യൂണിറ്റ് അവിടെ ഉള്ളത്? എത്ര യൂണിറ്റാണ്? 10,000 യൂണിറ്റ്സാണ്. സോ ഇൻറ്റു 10,000 ചെയ്യുമ്പോൾ നമ്മൾക്ക് എത്ര കോൺട്രിബ്യൂഷൻ മാർജിനായിട്ട് എത്ര കിട്ടും? 350,000 കിട്ടും. അതായത് സെല്ലിംഗ് പ്രൈസിൽ നിന്നും വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 350,000 കിട്ടും. മൈനസ് ഫിക്സഡ് കോസ്റ്റ് ആയ 300,000 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 50,000 കിട്ടും. ഇതാണ് നമ്മളുടെ പ്രീ ടാക്സ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ, 50,000. നെക്സ്റ്റ് ഇയറിലും സെയിം ഐറ്റംസ് തന്നെയാണ്, അതുകൊണ്ട് 50,000 കിട്ടി. ഇനി ഇയർ 3 നോക്കാം. നമ്മളുടെ സെല്ലിംഗ് പ്രൈസ് 100 ആണ്, മൈനസ് 65 ഇസ് ഈക്വൽ ടു 35. നമ്മൾക്ക് എന്ത് കിട്ടി? 35 തന്നെയാണ് കോൺട്രിബ്യൂഷൻ മാർജിൻ. ഇൻറ്റു എത്ര യൂണിറ്റാണ്? 20,000 യൂണിറ്റ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? നമ്മൾക്ക് കോൺട്രിബ്യൂഷൻ മാർജിൻ ആയിട്ട് 700,000 കിട്ടി. അതായത് സെല്ലിംഗ് പ്രൈസിൽ നിന്നും വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്തപ്പോൾ നമുക്ക് 700,000 എന്ന് കിട്ടി. മൈനസ് ഫിക്സഡ് കോസ്റ്റ് ചെയ്യാം. എത്രയാണ് ഫിക്സഡ് കോസ്റ്റ്? 300,000 തന്നെ. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 400,000 പ്രീ ടാക്സ് ക്യാഷ് ഫ്ലോ കിട്ടി. അപ്പോൾ അങ്ങനെയാണ് ഈ താഴെ കൊടുത്തിരിക്കുന്ന ഈ ഒരു റോയിലുള്ള ഐറ്റംസ് കിട്ടിയത്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നുള്ളൂ. ഓക്കെ, ഇത് കണ്ടുപിടിക്കാനൊന്നും നമുക്ക് ഉണ്ടാവില്ല. ഇനി ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ് പറയുന്നത്? ക്വസ്റ്റ്യൻ എന്തിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്? ദ മെഷീൻ വിൽ ബി ഡിപ്രീസിയേറ്റഡ് ഓവർ 5 years. ഈ ഒരു 500,000 വാല്യൂ ഉള്ള മെഷീനറി എത്ര വർഷം കൊണ്ടാണ് ഡിപ്രീസിയേറ്റ് ചെയ്യുന്നത്? 5 വർഷത്തിലേക്കാണ് ഡിപ്രീസിയേറ്റ് ചെയ്യുന്നത് ഓൺ ദ സ്ട്രെയിറ്റ് ലൈൻ ബേസിസ്. അതായത് ഓരോ വർഷവും സെയിം എമൗണ്ട് തന്നെയായിരിക്കും ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് ആയിട്ടുണ്ടാവുക. അപ്പോൾ എത്രയായിരിക്കും ആ ഡിപ്രീസിയേഷൻ എക്സ്പെൻസ്? 500,000 ഡിവൈഡഡ് ബൈ 5. അതായത് ഒരു വർഷത്തേക്ക് നമുക്ക് വരുന്ന ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് എന്ന് പറയുന്നത് 100,000 ആണ്. ഇതെന്തിനു വേണ്ടിയിട്ടാണ് തന്നത്? ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഡിപ്രീസിയേഷൻ്റെ എക്സ്പെൻസ് എത്രയാണ്? ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് ഈസ് ഈക്വൽ ടു 100,000. ഓക്കെ, ഇനി നോക്കുക. ലൂണാർ ഈസ് സബ്ജക്ട് ടു 40% ഇഫക്റ്റീവ് ഇൻകം ടാക്സ്. അപ്പം ഇൻകം ടാക്സിൻ്റെ റേറ്റ് എത്രയാണ്? 40% ആണ്. Assuming Lunar will have significant taxable income from other lines of business and using a 20% discount rate. നമ്മളുടെ ഡിസ്കൗണ്ട് റേറ്റ്, അതായത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് തരും നമുക്ക്. ഒന്നില്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് തരും, അല്ലെങ്കിൽ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് തരും, അല്ലെങ്കിൽ ഹഡിൽ റേറ്റ് എന്ന് തരും, അല്ലെങ്കിൽ നേരെ ഡിസ്കൗണ്ട് റേറ്റ് തന്നെ തരും. എത്രയാണ്? 20% നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യുന്നത്. അതായത് ഫ്യൂച്ചറിലുള്ള ക്യാഷ് ഫ്ലോസിനെ നമ്മൾ പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ചെയ്യുന്നത് 20% റേറ്റിൽ വെച്ചിട്ടാണ്. അപ്പോൾ കമ്പനിയുടെ അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ NPV എത്രയാണെന്നാണ് ചോദിക്കുന്നത്. NPV എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അവിടെ NPV എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ്. ഫ്യൂച്ചറിൽ നമ്മൾക്ക് കിട്ടാൻ പോകുന്ന ക്യാഷ് ഫ്ലോസിൻ്റെ പ്രസൻറ്റ് വാല്യൂ മൈനസ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾക്ക് എന്താണ്? നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നൊരു പ്രൊജക്റ്റാണ്. പോസിറ്റീവ് NPV എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പ്രൊജക്റ്റിനെ അക്സെപ്റ്റ് ചെയ്യും. നെഗറ്റീവ് ആയിട്ടുള്ളൊരു NPV ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ പ്രൊജക്റ്റിനെ റിജക്റ്റ് ചെയ്യും. NPVൻ്റെ എക്സ്പ്ലെയിനർ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഡൗട്ട് വരുന്ന ആൾക്കാർ ആ ഒരു എക്സ്പ്ലെയിനർ വീഡിയോ ജസ്റ്റ് ഒന്ന് പോയി വാച്ച് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ അനാലിസിസ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മളിവിടെ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ പ്രീ ടാക്സ് ക്യാഷ് ഫ്ലോ തന്നിട്ടുണ്ട്.
അതായത് നമ്മളുടെ സെയിൽസ് റവന്യൂവിൽ നിന്ന് നമ്മൾക്ക് വന്നിട്ടുള്ള നമ്മൾ ഇൻക്വയർ ചെയ്തിരിക്കുന്ന വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും ഡിഡക്ട് ചെയ്തിട്ടുള്ള നമുക്ക് പ്രീ ടാക്സ് ആയിട്ടുള്ള ക്യാഷ് ഫ്ലോ ക്വസ്റ്റ്യനിനകത്ത് തന്നിട്ടുണ്ട് അല്ലേ. 50,000, 50,000, 400,000, 400,000, 400,000 അങ്ങനെ തന്നിട്ടുണ്ട്. നമ്മൾ എന്താണ് കൺസിഡർ ചെയ്യേണ്ടത്? നമ്മൾ എപ്പോഴും ആഫ്റ്റർ ടാക്സ് ക്യാഷ് ഫ്ലോ ആണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, സോ നമ്മൾക്ക് വന്നിരിക്കുന്ന പ്രോഫിറ്റാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അത് ശരിക്കും അതായത് സെയിൽസ് റവന്യൂവിൽ നിന്ന് വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും ഒക്കെ ഡിഡക്ട് ചെയ്തിട്ടുള്ള ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. നമ്മൾ എപ്പോഴും പ്രോഫിറ്റിൻ്റെ മേലെ ആയിരിക്കും ടാക്സ് അടയ്ക്കുക. ഓക്കെ, സോ ആലോചിച്ച് നോക്കുക, ഈ 50,000 മേലെ നമ്മൾ 40% ടാക്സ് അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി 60% മാത്രമേ നമ്മളുടെ അടുത്ത് ഉണ്ടാവുള്ളൂ. 50,000-ൽ 40% നമ്മൾ ടാക്സ് ആയിട്ട് ഗവൺമെൻറ്റിന് അടയ്ക്കും. ബാക്കി ആഫ്റ്റർ ടാക്സ് ക്യാഷ് ഫ്ലോ ആയിട്ട് നമ്മളുടെ അടുത്ത് ഉണ്ടാവുക 60% ആണ്. സോ 50,000 ഇൻറ്റു 60%, 30,000 എന്ന് കിട്ടും. അടുത്ത വർഷം 30,000 തന്നെയായിരിക്കും, കാരണം പ്രീ ടാക്സ് ക്യാഷ് ഫ്ലോ 50,000 തന്നെയാണ്. ഇനി ഇയർ 3 നോക്കുക, 400,000 ആണ് നമ്മൾക്ക് വരുന്ന പ്രീ ടാക്സ് ആയിട്ടുള്ള ക്യാഷ് ഫ്ലോ. ആഫ്റ്റർ ടാക്സ് ക്യാഷ് ഫ്ലോ എങ്ങനെ കാണാം? ഇൻറ്റു 0.6 എന്ന് അടിച്ചാൽ മതി. അപ്പോൾ എത്ര കിട്ടും? 240,000, which means 400,000-ൽ 1,60,000 ഞാൻ എന്ത് ചെയ്തു, അല്ലെങ്കിൽ 160,000 ഞാൻ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടച്ചു. ബാക്കി 240,000 എൻ്റെ കൈമിൽ ആഫ്റ്റർ ടാക്സ് ക്യാഷ് ഫ്ലോ ആയിട്ട് ഉണ്ടാവുള്ളൂ. സോ ബാക്കി ഇയേഴ്സിലും 240K അല്ലേ, 240K. സോ നമ്മൾ ഓപ്പറേറ്റിംഗ്, അതായത് ആഫ്റ്റർ ടാക്സ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചു. ഇതിൻ്റെ കൂടെ നമ്മൾ ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ വർഷവും നമ്മൾക്കുള്ള നെറ്റ് ക്യാഷ് ഫ്ലോസ് കിട്ടും അല്ലേ. അപ്പം നമുക്ക് എന്ത് കണ്ടുപിടിച്ചു? ഇവിടെ ആഫ്റ്റർ ടാക്സ് ക്യാഷ് ഫ്ലോസ് കണ്ടുപിടിച്ചു, ആഫ്റ്റർ ടാക്സ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചു. അതിൻ്റെ കൂടെ ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡും കൂടിയും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ വർഷവും നമ്മൾക്ക് എത്രയാണ് ക്യാഷ് ഫ്ലോ ഉണ്ടാവുക എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ കൂടെ ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡും ആഡ് ചെയ്യുക. എത്രയാണ് ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ് വരിക? ഇവിടെ ഡിപ്രീസിയേഷൻ്റെ എക്സ്പെൻസ് ഒരു വർഷത്തേക്ക് 100K ആണ്. ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞൊരു നോൺ ക്യാഷ് ഐറ്റം നമ്മൾ കൺസിഡർ ചെയ്യുന്നതിലൂടെ നമ്മൾ സേവ് ചെയ്യുന്ന ടാക്സിൻ്റെ എമൗണ്ട് എത്രയാണ്. എങ്ങനെ കണ്ടുപിടിക്കുക? ഡിപ്രീസിയേഷൻ്റെ എക്സ്പെൻസ് ഇൻറ്റു ടാക്സിൻ്റെ റേറ്റ്. ഇവിടെ 100 ആണ് ഡിപ്രീസിയേഷൻ്റെ എക്സ്പെൻസ്, ഇൻറ്റു ടാക്സിൻ്റെ റേറ്റ്. അപ്പോൾ 100K ഇൻറ്റു 40%, ദാറ്റ് ഈസ് 40,000. 40,000 ആണ് ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ്. അതായത് 100K എന്ന് പറയുന്ന ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഒരു നോൺ ക്യാഷ് 100K ശരിക്കും നമ്മളുടെ കൈമിൽ നിന്ന് പോകുന്നുണ്ടോ? ഇല്ല, ശരിക്കും പോകുന്നില്ല. അതൊരു നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്. അങ്ങനെ ഒരു നോൺ ക്യാഷ് എക്സ്പെൻസ് വരുന്നതിലൂടെ നമ്മൾ 40,000 ടാക്സ് സേവ് ചെയ്യും. ഇനി ഇതും ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ് എന്താണെന്ന് എക്സ്പ്ലെയിനർ വീഡിയോനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അവിടെ ഡ്യൂപ്ലിക്കേഷൻ വരണ്ടെന്ന് വിചാരിച്ചതുകൊണ്ടാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ, ക്വസ്റ്റ്യൻ ആൻസർ അനാലിസിസ് സെഗ്മെൻറ്റിൽ ഈ ഒരു ടോപ്പിക്കിനെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് മാത്രമായിരിക്കും ഡിസ്കസ് ചെയ്യുക. ആ ഒരു ടോപ്പിക്കിലേക്ക് ഡീപ്പ് ഡൈവ് ചെയ്യണമെങ്കിൽ, അതിൻ്റെ ഒരു കുറച്ചും കൂടി കൺസെപ്ച്വൽ നോളജ് കിട്ടണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ ഒരു എക്സ്പ്ലെയിനർ വീഡിയോസ് വാച്ച് ചെയ്യുക. ഓക്കെ, സോ ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡിൻ്റെ ഇക്വേഷൻ എന്താണ്? ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് ഇൻറ്റു ടാക്സ് റേറ്റ്. ഇവിടെ ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് 100K ആണ്, ഇൻറ്റു ടാക്സ് റേറ്റ് 40% ആണ്. സോ 100K ഇൻറ്റു 40%, ദാറ്റ് ഈസ് 40,000. സോ എല്ലാ വർഷവും നമ്മൾ ടാക്സ് എത്ര സേവ് ചെയ്യുന്നുണ്ട്? 40K സേവ് ചെയ്യുന്നുണ്ട്. ഞാനിതെന്ത് ചെയ്യുക? ഒന്ന് റൈറ്റിലേക്ക് മാറ്റി എഴുതാം. ഇയർ 0-ൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് 500K ആണ്. ഓക്കെ, അടുത്ത വർഷങ്ങളിലായിട്ട് എനിക്ക് എത്ര കിട്ടുന്നുണ്ട്? ഇയർ 1-ൽ എനിക്ക് എത്ര റിട്ടേൺ കിട്ടുന്നുണ്ട്? എനിക്ക് ആഫ്റ്റർ ടാക്സ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ആയിട്ട് 30,000 കിട്ടുന്നുണ്ട്. ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ് ആയിട്ട് ഞാൻ എത്ര സേവ് ചെയ്യുന്നുണ്ട്? 40Kയും സേവ് ചെയ്യുന്നുണ്ട്. സോ ടോട്ടൽ എൻ്റെ ഇൻഫ്ലോ എത്രയായിരിക്കും? ടോട്ടൽ എൻ്റെ ഇൻഫ്ലോ 70K ആണ് അല്ലേ. ഇയർ 2-ലും 70K ആണ്. ഇയർ 3-ലാണെങ്കിൽ 240,000 പ്ലസ് 40,000, ദാറ്റ് ഈസ് 280,000 ആണ്. ഇയർ 4-ൽ വീണ്ടും 280K ആണ്. ഇയർ 5-ൽ വീണ്ടും 280K ആണ്. ഓക്കെ, ഇത് രണ്ട് രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്ന്, നമുക്ക് കാൽക്കുലേറ്റർ മാത്രം യൂസ് ചെയ്ത് ആൻസർ കാണാം. ദെൻ അല്ലാതെ നമ്മൾ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ, സ്റ്റാർട്ടേഴ്സ് ആണെങ്കിൽ അവർക്ക് പേപ്പറും പെന്നൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ എന്താണ് കാണേണ്ടത്? ഇവിടെ നമ്മൾക്ക് ഫ്യൂച്ചറിലുള്ള ക്യാഷ് ഫ്ലോസ് കിട്ടി. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യണം, അഥവാ അതിനെ ഡിസ്കൗണ്ട് ചെയ്യണം.
പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് അതിൽ നിന്നും ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾക്കൊരു പോസിറ്റീവ് ഫിഗറാണ് കിട്ടുന്നതെങ്കിൽ നമ്മളുടെ NPV പോസിറ്റീവാണ്, വിച്ച് മീൻസ് വി ക്യാൻ ആക്സെപ്റ്റ് ദാറ്റ് പ്രൊജക്റ്റ്. ഇനി അഥവാ NPV നെഗറ്റീവ് ആണെങ്കിൽ വിച്ച് മീൻസ് നമ്മൾക്ക് അവിടെ നിന്ന് ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള റിട്ടേൺ ഈ ഒരു പ്രൊജക്റ്റിൽ നിന്ന് കിട്ടുന്നില്ല, നമ്മളത് റിജക്റ്റ് ചെയ്യണം, ഈ ഒരു പ്രൊജക്റ്റ് റിജക്റ്റ് ചെയ്യണം. സോ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ വർഷത്തെ എമൗണ്ടിനെയും ഓരോ വർഷത്തെ ഇൻഫ്ലോനെയും നമ്മൾ പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യണം, അഥവാ ഡിസ്കൗണ്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പഠിക്കുന്ന തുടക്കത്തിലുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ഇക്വേഷൻ പറഞ്ഞുതരാം. അതായത് ഫ്യൂച്ചർ വാല്യൂ ഡിവൈഡഡ് ബൈ 1+r⁻n. ഇതാണ് എന്ത് പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത്. സോ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അപ്പോൾ നോക്കുക, ഇവിടെ ഫ്യൂച്ചർ വാല്യൂ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഫ്യൂച്ചറിലുള്ള വാല്യൂ എത്രയാണ്? 70K. ഒരു വർഷം കഴിഞ്ഞാൽ നമുക്ക് 70K കിട്ടും. ഡിവൈഡഡ് ബൈ 1+, ഇവിടെ റേറ്റ് എത്രയാണ് വരുന്നത്? 20% ആണ്. 20% നമ്മൾ ഡെസിമലിലേക്ക് ഇടുന്നുണ്ടെങ്കിൽ 0.2 അല്ലേ? 1+0.2. ഓക്കെ, റേസ് ടു n എത്ര വർഷമാണ്? ഇയർ 1 ആണെങ്കിൽ 1 നടാം. ഓക്കെ, അപ്പോൾ എത്ര കിട്ടുക? 70,000 ഡിവൈഡഡ് ബൈ 1.2 ഒരു തവണ ഈക്വൽ ടു അടിക്കുക. അപ്പം നമുക്ക് 58,333 കിട്ടും. എന്താണ് ഇത് മീൻ ചെയ്യുന്നത്? അതായത് ഒരു വർഷം കഴിഞ്ഞ് കിട്ടുന്ന 70,000-ന് ഇന്നത്തെ $58,333.3 വിലയേ ഉള്ളൂ, വാല്യൂവേ ഉള്ളൂ. ഒരു വർഷം കഴിഞ്ഞ് കിട്ടുന്ന 70,000-ന് ഇന്നത്തെ $58,833 വാല്യൂവേ ഉള്ളൂ. നമുക്കറിയാം ടൈം വാല്യൂ ഓഫ് മണീൻ്റെ അകത്ത് മണീൻ്റെ വാല്യൂ സമയം കഴിയുന്നതനുസരിച്ച് കുറഞ്ഞുകൊണ്ടേയിരിക്കും അല്ലേ? കാലം കഴിയുന്നതനുസരിച്ച് പൈസയുടെ വാല്യൂ അല്ലെങ്കിൽ മണീൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ, സോ എനിക്ക് എന്ത് ചെയ്യുക? ഇവിടെ 58,333 എന്ന് കിട്ടും. ഇങ്ങനെ ഓരോ വർഷത്തെയും എന്ത് ചെയ്യുക? ഡിസ്കൗണ്ട് ചെയ്യുക. അതിനെ നിങ്ങൾ ആഡ് ചെയ്യുക. എന്നിട്ട് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയ 500Kയിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു പോസിറ്റീവ് ഫിഗറാണ് കിട്ടുന്നതെങ്കിൽ വിച്ച് മീൻസ് യുവർ NPV ഈസ് പോസിറ്റീവ്, നിങ്ങൾക്ക് ആ പ്രൊജക്റ്റ് അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഇനി നെഗറ്റീവാണ് കിട്ടുന്നതെങ്കിൽ ആ പ്രൊജക്റ്റ് നിങ്ങൾ റിജക്റ്റ് ചെയ്യുക. ക്ലിയർ ആണോ? അപ്പോൾ നിങ്ങളിങ്ങനെ ഓരോ വർഷത്തെയും ക്യാഷ് ഫ്ലോസ് കണ്ടുപിടിച്ചേ. എങ്ങനെ കണ്ടുപിടിക്കുക? രണ്ടാമത്തെ വർഷത്തെയും കൂടി ഞാൻ കാണിച്ചു തരാം. എങ്ങനെയാണ്? 70K ഡിവൈഡഡ് ബൈ 1.2. രണ്ടാമത്തെ വർഷം എന്താവും? റേസ് ടു 2 എന്ന് ചെയ്യാം. മൂന്നാമത്തെ വർഷം എന്താ ചെയ്യേണ്ടത്? 280K ഡിവൈഡഡ് ബൈ 1.2. എത്ര വർഷമാണ്? 3 വർഷം. അപ്പോൾ ഇതെങ്ങനെ കാണുക നമ്മൾ? 280K ഡിവൈഡഡ് ബൈ 1.2 റേസ് ടു 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 തവണ ഈക്വൽ ടു അടിക്കുക. 1, 2, 3. അപ്പോൾ എത്ര ഇയേഴ്സ് ആണോ നോക്കുക, എത്ര ഇയേഴ്സ് ആണോ അത്രയും തവണ ഈക്വൽ ടു അടിക്കുക. ഓക്കെ, അപ്പോൾ 5th ഇയറിന് എങ്ങനെയാണ് കാണുക? 280,000 ഡിവൈഡഡ് ബൈ 1.2 എന്നിട്ട് 5 തവണ ഈക്വൽ ടു അടിക്കുക. 1, 2, 3, 4, 5. വി വിൽ ഗെറ്റ് 1,12,525. അതായത് 5 വർഷം കഴിഞ്ഞ് കിട്ടുന്ന 280Kക്ക് ഇന്നത്തെ എത്ര ഡോളറിൻ്റെ വാല്യൂ ഉള്ളൂ? $1,12,525 വാല്യൂവേ ഉള്ളൂ. ഓക്കെ, ഇങ്ങനെ ഓരോ വർഷത്തെയും ക്യാഷ് ഫ്ലോസിന് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഡിസ്കൗണ്ട് ചെയ്യുക, എന്നിട്ട് അതിന് ആഡ് ചെയ്യുക, എന്നിട്ട് അതിന് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു പോസിറ്റീവ് ഫിഗർ ആണോ കിട്ടുന്നത് നോക്കാം. ഇനി കാൽക്കുലേറ്റേഴ്സ് മാത്രം യൂസ് ചെയ്ത് എങ്ങനെ കാണുമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എല്ലാവരും കാൽക്കുലേറ്റർ എടുത്തോ. എന്നിട്ട് 70,000 ഡിവൈഡഡ് ബൈ 1.2 ഒരു തവണ ഈക്വൽ ടു അടിച്ചാൽ ഒരു തവണ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തത് കിട്ടും. ഓക്കെ, അപ്പോൾ എത്ര കിട്ടി? 58,333 കിട്ടി. M+ൽ ഇട്ട് വെക്കാം. ഇനി രണ്ടാമത്തെ വർഷത്തെ 70,000 കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ഒരു ഈക്വൽ ടു കൂടി പ്രസ് ചെയ്താൽ മതി. ഇപ്പോൾ 58,333.33 എന്നല്ലേ കാൽക്കുലേറ്ററിൽ കാണുന്നത്. ഒരു തവണ കൂടി ഈക്വൽ ടു അടിക്കുക. അപ്പോൾ 48,611 കിട്ടും. അതായത് 2 വർഷം കഴിഞ്ഞ് കിട്ടുന്ന 70,000-ന് ഇന്നത്തെ എത്ര ഡോളറിൻ്റെ വാല്യൂ ഉള്ളത്? $48,611 വാല്യൂ ഉള്ളത്. അതും M+ൽ ഇട്ടു. ഇനി 280K എടുക്കാം. ഡിവൈഡഡ് ബൈ 1.2 അല്ലേ? 1.2 എത്ര വർഷമാണ്? 3 വർഷമാണ്. സോ 3 തവണ ഈക്വൽ ടു അടിക്കുക. 1, 2, 3. അപ്പോൾ 162,037 കിട്ടും. 162,037 കിട്ടും അല്ലേ? അതെ, 1,62,037 കിട്ടും. അപ്പോൾ
3 വർഷം കഴിഞ്ഞ് കിട്ടുന്ന 280,000-ന് ഇന്നത്തെ എത്ര ഡോളറിൻ്റെ വാല്യൂ ഉള്ളൂ? 162,037 വാല്യൂവേ ഉള്ളൂ. കറക്റ്റാണോ? എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. സോ ഞാൻ എന്ത് ചെയ്തു? ആ എമൗണ്ടിന് ഞാൻ N+ലേക്ക് ഇട്ടു. ഒരു തവണ കൂടെ ഈക്വൽ ടു അടിക്കുമ്പോൾ 4ാമത്തെ വർഷത്തെ 280,000 ഇന്നത്തെ വാല്യൂ കിട്ടും. അതായത് $1,35,030. ഞാൻ അതിനെയും N+ലിട്ട് വെച്ചു. ഒരു ഈക്വൽ ടു കൂടി അടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? 280,000, 5 വർഷം കഴിഞ്ഞ് കിട്ടുന്ന 280,000 ഇന്നത്തെ വാല്യൂ കിട്ടും. എത്രയാണ്? 1,12,525 എന്ന് കിട്ടും. അതും ഞാൻ N+ലിട്ടു. അതായത് 5 വർഷത്തെയും ഡിസ്കൗണ്ടഡ് റേറ്റ് ഞാൻ എമ്മിലേക്ക് എന്ത് ചെയ്തു? സേവ് ചെയ്ത് വെച്ചു. MRC അടിക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 5,16,538 എന്ന് കിട്ടും. വിച്ച് ഈസ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ്. ഞാൻ ഇവിടെ എന്താ ചെയ്തത്? ഇതാണ് നമ്മളുടെ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ്. ഇതിനെ ഓരോന്നിനെയും ഡിസ്കൗണ്ട് ചെയ്തിട്ട് അതിനെ ഞാൻ ആഡ് ചെയ്തു. ഓരോ ക്യാഷ് ഫ്ലോനെയും ഞാൻ ഡിസ്കൗണ്ട് ചെയ്തിട്ട് അതിനെ ഞാൻ ആഡ് ചെയ്തു. അപ്പോൾ ഇത് ആഡ് ചെയ്യാൻ ഞാൻ പേപ്പറും പെന്നൊന്നും യൂസ് ചെയ്തിട്ടില്ല. M+M-MRC മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനി കാൽക്കുലേറ്റർ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, കാൽക്കുലേറ്റർ മാത്രം യൂസ് ചെയ്ത് എങ്ങനെ ആൻസർ ചെയ്യേണ്ടതെന്ന് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് കാൽക്കുലേറ്ററിൻ്റെ സെഷൻ തന്നെ ഉണ്ട്. പ്ലീസ് അത് വാച്ച് ചെയ്യുക. എന്നിട്ട് കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഈ ആൻസേഴ്സൊക്കെ കണ്ടുപിടിക്കേണ്ടതെന്ന് പഠിക്കുക. ഓക്കെ, അത്രയും സിമ്പിളായിട്ട് കാൽക്കുലേറ്റർ ലൈക്ക് പെന്നും പേപ്പറും യൂസ് ചെയ്യുന്ന ഒരാൾ ഒരു 3 മിനിറ്റ് കൊണ്ടാണ് ഈ ഒരു ആൻസർ ചെയ്യുന്നതെങ്കിൽ കാൽക്കുലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു 30 സെക്കൻഡ്സിൻ്റെ അകത്ത് നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ക്ലിയർ ആണോ? സോ എല്ലാവരും കാൽക്കുലേറ്റർ മാസ്റ്റർ ചെയ്യാൻ വേണ്ടി മറക്കണ്ട. സോ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ്, അതായത് ഈ ഓരോ ക്യാഷ് ഫ്ലോസിനെയും ഞാൻ പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്ത് അതിനെ ആഡ് ചെയ്തു. ആൻഡ് ഐ ഗോട്ട് 5,16,538 and my initial investment is 500K. So പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസിൽ നിന്ന് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിഡക്ട് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? NPV കിട്ടും. ഹിയർ ദ NPV ഈസ് 16,538 വിച്ച് ഇസ് എ പോസിറ്റീവ് NPV. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഈ ഒരു പ്രൊജക്റ്റിനെ അക്സെപ്റ്റ് ചെയ്യും. ക്വസ്റ്റിൻ്റെ അകത്ത് NPVൻ്റെ വാല്യൂ ആണ് ചോദിച്ചത്. NPV എത്രയാണെന്നാണ് ചോദിച്ചത്. എത്രയാണ്? 16,538 ആണ്. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. Garwood Company has purchased a machinery that will be depreciated on a straight line basis over an estimated useful life of 7 years. അപ്പോൾ നമ്മളൊരു മെഷീനറി പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അത് സ്ട്രെയിറ്റ് ലൈൻ ബേസിലാണ് നമ്മൾ ഡിപ്രീസിയേറ്റ് ചെയ്യുന്നത്. അതായത് ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് എല്ലാ ഇയറിലും സെയിം ആയിരിക്കും. എത്ര വർഷത്തേക്കാണ് ഡിപ്രീസിയേറ്റ് ചെയ്യുന്നത്? ഈ ഒരു മെഷീനറിയുടെ യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത് 7 ഇയേഴ്സാണ്. സോ 7 ഇയേഴ്സിലേക്ക് ഈക്വലി ആയിട്ടായിരിക്കും ഈ മെഷീനറി നമ്മൾ ഡിപ്രീസിയേറ്റ് ചെയ്യുക. With no salvage value. The machine is expected to generate a net after tax cash flow of 80,000. അപ്പോൾ എല്ലാ വർഷവും നമ്മൾ ഇനീഷ്യലായിട്ട് ഈ ഒരു മെഷീൻ വാങ്ങാനായിട്ട് ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ഇയർ 1, ഇയർ 2, ഇയർ 3 ഇയേഴ്സിലൊക്കെ നമ്മൾക്ക് എന്തുണ്ടാവും? റിട്ടേൺ ഉണ്ടാവും. എല്ലാ വർഷവും നമ്മൾക്ക് ആഫ്റ്റർ ടാക്സ് റിട്ടേൺ തന്നെ ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. സോ നമ്മൾ ടാക്സ് ഡിഡക്ട് ചെയ്യും, അങ്ങനെ ഒന്നും ചെയ്യേണ്ട. ടാക്സ് ഡിഡക്ട് ചെയ്തിട്ടുള്ള ആഫ്റ്റർ ടാക്സ് നെറ്റ് ആഫ്റ്റർ ടാക്സ് ക്യാഷ് ഫ്ലോ ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. വിച്ച് ഇസ് 80,000 അല്ലേ? അതായത് 7 വർഷത്തേക്കും 80,000 ആണ്. ഗാർവുഡ്സ് റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ, അതായത് റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ തരാം, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് തരാൻ വേണ്ടി പറ്റും, ഹഡിൽ റേറ്റ് എന്ന് തരാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് റേറ്റ് എന്ന് തരാൻ വേണ്ടി പറ്റും. ഇതൊക്കെ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ഏത് റേറ്റിലാണ് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യേണ്ടത്? ഇവിടെ എത്രയാണ്? 12% നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യേണ്ടത്. ഓക്കെ, അസ്യൂമിങ് എ പോസിറ്റീവ് NPV. അപ്പോൾ ക്വസ്റ്റിനകത്ത് NPV തന്നിട്ടുണ്ട്. എത്രയാണ്? 12,720 ആണ്. വാട്ട് വാസ് ദ കോസ്റ്റ് ഓഫ് ദ മെഷീൻ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനീഷ്യലി ആ മെഷീനറി വാങ്ങാനായിട്ട് നമുക്ക് എത്ര കോസ്റ്റ് വന്നിട്ടുണ്ട്? നമുക്കറിയാം പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസിൽ നിന്നും ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിഡക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് NPV കിട്ടും. അപ്പോൾ നമ്മൾക്കറിയാം എല്ലാ വർഷവും ഇയർ 1, ഇയർ 2, ഇയർ 3, ഇയർ 4 അങ്ങനെ എല്ലാ വർഷവും നമ്മളുടെ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് 80K ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ വർഷവും 80Kനെ 12% വെച്ചിട്ട് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യണം. കാൽക്കുലേറ്റേഴ്സ് യൂസ് ചെയ്ത് മാത്രം എങ്ങനെയാണ് കാണുക? 80,000 ഡിവൈഡഡ് ബൈ 1.12 അല്ലേ? 12% ഡിസ്കൗണ്ട് ചെയ്യാന്ന് പറഞ്ഞെങ്കിൽ 1 + 0.12 അതായത് 1.12. 8 തവണ ഈക്വൽ ടു അടിക്കുക. 8 അല്ലല്ലോ, 7 തവണയല്ലേ? 7 ഇയേഴ്സ് അല്ലേ? സോ 7 തവണ ഈക്വൽ ടു അടിക്കുക. 1, 2, 3, 4, 5, 6, 7. എന്നിട്ട് ഒരു തവണ നിങ്ങൾ GT എന്ന് പ്രസ് ചെയ്യുക.
അപ്പം ഇത്രയും വർഷം നമ്മളിപ്പോൾ 8 തവണ അല്ല 7 തവണ ഈക്വൽ ടു അടിച്ചില്ലേ, ആ 7 വർഷങ്ങളുടെ ആ ഡിസ്കൗണ്ട് റേറ്റ് ആഡ് ആയിട്ട് അവിടെ കിടക്കുന്നുണ്ടാവും. ജസ്റ്റ് ഒന്ന് GT എന്ന് ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് എത്ര കിട്ടും? 365,100 365,100 എന്ന് കിട്ടും. 3,65,100. ഓക്കെ, ക്ലിയർ ആണല്ലോ. നമ്മൾ എന്താ ചെയ്തത്? 80,000 ഡിവൈഡഡ് ബൈ 1.12 എന്ന് അടിച്ചു. എന്നിട്ട് 7 തവണ നമ്മൾ ഈക്വൽ ടു അടിച്ചു. എന്നിട്ട് നേരെ GT ക്ലിക്ക് ചെയ്തു. സോ ആ 7 വർഷത്തെയും ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോൻ്റെ പ്രസൻറ്റ് വാല്യൂയോടെ ആഡ് ആയി കിടക്കുന്നുണ്ടാവും. ഇപ്പോൾ GT ഫംഗ്ഷൻ അറിയാത്തവരുണ്ടെങ്കിൽ ആ ഈക്വൽ ടു കഴിഞ്ഞിട്ട് ഓരോ ഈക്വൽ ടു അത് കൗണ്ട് ചെയ്യും. ഈക്വൽ ടു കഴിഞ്ഞ് വരുന്ന നമ്പേഴ്സിനെ അത് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി ആഡ് ചെയ്യും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? 80,000 ഡിവൈഡ് ബൈ 1.12 7 തവണ ഈക്വൽ ടു അടിക്കുക, GT ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ്. അതായത് നമ്മുടെ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് ആണ് 80,000, 7 വർഷം കിട്ടുന്ന 80,000. അതിൻ്റെ ഇന്നത്തെ വാല്യൂയുടെ ടോട്ടൽ, അതാണ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനസ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് ഈക്വൽ ടു 12,720. പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പോസിറ്റീവ് 12,000 അല്ലെങ്കിൽ വെറും 12,720 ആണ്. അപ്പോൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്തായിരിക്കും? ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഈക്വൽ ടു 12,720. ഈ ഒരു 365,100 ഈക്വൽ ടുവിൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എന്താവും? അത് മൈനസ് 365,500 ആവും. സോ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഈക്വൽ ടു 12,720. ഒരുപാട് റെക്കോർഡ് ചെയ്ത് അതാണ് ലൈക്ക് ടങ് ഇങ്ങനെ സ്ലിപ്പ് ആവുന്നത് കേട്ടോ. 12,720 മൈനസ് 365,100 ചെയ്യുമ്പോൾ എത്ര കിട്ടൂടാ? എത്ര കിട്ടും? ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര കിട്ടും? 365,100 മൈനസ് 12,720 ഇസ് ഈക്വൽ ടു 352,380. 352,380 ഇതാണ് നമ്മളുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. എത്രയാണ്? $3,52,380. നമ്മളെങ്ങനെ കണ്ടുപിടിച്ചത്? പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസിൽ നിന്ന് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് മൈനസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും? നമ്മൾക്ക് NPV കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് നമ്മൾ കണ്ടുപിടിച്ചു. 365,100 ആണ്. NPV നമുക്ക് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് പോസിറ്റീവ് 12,720 ആണ്. അപ്പോൾ 365,100 ഈക്വൽ ടുവിൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ അത് മൈനസ് 365,100 ആവും. സോ 365,100 മൈനസ് 12,720 വി ഗെറ്റ് എ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് 3,52,380. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.